മാഡം വിളിച്ചു പറഞ്ഞു. വിളിച്ചു. ദാസേട്ടാ, രാജീവിനും കല്യാണിക്കും പരസ്പരം ഇഷ്ടമായ സ്ഥിതിക്ക് ഇനി നീട്ടണ്ട. നമുക്ക് പെട്ടെന്ന് ഈ കല്യാണം അങ്ങ് നടത്താം. ജോത്സ്യനെ വിളിച്ച് മുഹൂർത്ത തീയതി കുറിക്കണം. അല്ല, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കല്യാണത്തിന് മുമ്പ് നിശ്ചയം നമുക്ക് ഗ്രാൻഡ് ആയിട്ട് നടത്താം. രണ്ടുപേരും ആദ്യം മോതിരം കൈമാറട്ടെ. എന്താ, നിശ്ചയം വേണമെന്ന് ദാസിനും ആഗ്രഹം ഉണ്ടാവല്ലോ അല്ലേ? ഒറ്റ മോളല്ലേ. കല്യാണത്തെക്കുറിച്ച് ദാസേട്ടനും ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കാണും. ഒന്നിനും ഒരു കുറവും വേണ്ട. ദാസേട്ടൻ സ്വപ്നം കണ്ടതുപോലെ തന്നെ നടക്കണം. പണത്തെക്കുറിച്ച് ഒരു വേവലാതിയും വേണ്ട. ശരി മാഡം. അല്ല അനിയൻകുട്ടാ, കൊള്ളാം. എന്താ കാഴ്ചയെന്ന് അറിയിക്കാനാണോ തിന്നതിന്റെ അവശിഷ്ടമൊക്കെ മുഖത്ത് വെച്ചിരിക്കുന്നത്? തുടച്ച് കളയത്. എന്താടാ ഇത്? മാഡം, അത് ഞാൻ മാഡം വിളിക്കുന്നു പറയാൻ ചെന്നപ്പോ ഇവർ ആഹാരം കഴിക്കാൻ തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ മാഡം വിളിക്കുന്നു അറിയിച്ചപ്പോ തിന്നത് പാതി തിന്നാത്തത് പാതി ഇവരിങ്ങോട്ട് ഓടിപ്പോരുമായിരുന്നു. അയ്യോ പാവം, എന്താ ദാസേത്? ആഹാരം പകുതിക്കിട്ട് ഇങ്ങനെ കൈ കഴുകി വരാൻ പാടുണ്ടോ? ആഹാരം അന്നലക്ഷ്മിയാണെന്ന് അറിയില്ലേ ദാസിന്? അറിയാം സാറേ, അറിയാം. പക്ഷേ ആ അന്നലക്ഷ്മി കടാക്ഷം തരുന്ന മഹാലക്ഷ്മി വിളിച്ച വരാതിരിക്കാൻ പറ്റൂ? അതാ പകുതി കിട്ടിട്ട് വന്നത്. കരയുന്ന കുഞ്ഞിനെ പ്രസവിച്ച അമ്മ പോലും പാലൂട്ടാറുള്ളൂ. ഇവിടെ ഞാൻ ഒന്നും ആവശ്യപ്പെടാതെ തന്നെ എന്റെ മോളുടെ കല്യാണം ഉൾപ്പെടെ. അങ്ങനെയുള്ള മേഡത്തിന് വേണ്ടി കഴിച്ചുകൊണ്ടിരിക്കുന്ന അന്നമല്ല, ഈ ജീവൻ വരെ പകുതിക്ക് വിട്ടിട്ട് പോകും ഞങ്ങള്. ദാസേട്ടാ, ദാസേട്ടനെ ഈ വീട്ടിൽ വെറും ജോലിക്കാരനായിട്ടല്ല കണ്ടിട്ടുള്ളത്, ഈ കുടുംബത്തിലെ ഒരു അംഗമായിട്ടാ. അതുകൊണ്ടാ ഈ കല്യാണം തൃച്ചംബരത്തെ കല്യാണമായിട്ട് നടത്തുന്നത്. കല്യാണി, കല്യാണ പെണ്ണിന് നല്ല സാരിയും ആഭരണങ്ങളും ഒക്കെ വേണം. നീ ഈ കമലയും കൂട്ടിക്കൊണ്ടുപോയി ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചോണം. ഒരു മടിയും വേണ്ട, കേട്ടല്ലോ? കല്യാണി, എന്തു പറ്റി? എന്തിനാ കരയുന്നത്? കല്യാണം കഴിയുമ്പോ ഇവിടെയുള്ള എല്ലാരും വിട്ടു പോണെന്ന് ഓർക്കുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റണില്ല. പെണ്ണായി പിറന്നാൽ ജനിച്ച വീട് ഭർത്തൃവീട്, ഇങ്ങനെ രണ്ട് വീടുകളാ. കല്യാണം പെണ്ണിനൊരു പ്രൊമോഷനാണെന്ന് വേണം കരുതാൻ. അതോർത്ത് സന്തോഷിക്കാനേ പാടുള്ളൂ, ഒരിക്കലും കരയരുത്, കേട്ടോ? ശരി മേഡം. എന്താ ഇവിടെ പത്രസമ്മേളനം വല്ല നടക്കുന്നുണ്ടോ? അല്ല, ഇന്ന് ആനന്ദിന്റെ മുഖത്ത് ഒരു പ്രത്യേക സന്തോഷമുണ്ടല്ലോ. എന്താടോ, പുതിയ പ്രോജക്റ്റ് വല്ലതും കിട്ടിയോ നമുക്ക്? ഏയ്, ഒന്നുമില്ല. എന്റെ മുഖത്ത് എന്തെങ്കിലും മാറ്റമുണ്ടോ? ഓഫീസിൽ വെച്ച് ബെറ്റ് ചെയ്ത് തന്നെ പറഞ്ഞു. കാരണമുണ്ട്. നിന്റെ മുഖത്ത് പതിവില്ലാത്ത ഒരു സന്തോഷം കാണാം ഇപ്പോ. കണ്ണുകളിൽ ഒരു തിളക്കം, ആകെ ഒരു മാറ്റം. മനസ്സിന്റെ കണ്ണാടിയാണ് മുഖമെന്ന് കേട്ടിട്ടില്ലേ? അതായി എല്ലാരും ചോദിക്കുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു മാറ്റവും തോന്നുന്നില്ലല്ലോ. നിനക്ക് തോന്നുന്നില്ലെങ്കിലും നിന്നെ പ്രസവിച്ച അമ്മയ്ക്കറിയാൻ പറ്റും. എന്റെ മോന് കല്യാണത്തിന് സമയമായി. എനിക്ക് അങ്ങനെ ഒരു മാറ്റവും തോന്നുന്നില്ലല്ലോ. നിനക്ക് തോന്നുന്നില്ലെങ്കിലും നിന്നെ പ്രസവിച്ച അമ്മയ്ക്കറിയാൻ പറ്റും. എന്റെ മോന് കല്യാണത്തിന് സമയമായി. ഇന്നു മുതൽ നമ്മുടെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്തു. തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണന്റെ കൈപിടിക്കുന്ന ആ ഐശ്വര്യ ദേവതയെ കണ്ടെത്തുന്ന ഡ്യൂട്ടി. അവളെ ഈ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും തേടി കണ്ടെത്തിയിരിക്കും നമ്മൾ. അമ്മേ, ഇത് കല്യാണിയുടെ ഫസ്റ്റ് സാലറി ചെക്ക്, ബ്രാൻഡ് അംബാസിഡറിനുള്ള ചെക്ക്.
അമ്മയുടെ കൈ കൊണ്ട് തന്നെ കൊടുത്തേക്ക്. ദാ. കമല, ഉം. ഇത് ഡബിൾ എമൗണ്ട് ആക്കി വേറൊരു ചെക്ക് എഴുത്. ഓക്കെ മാഡം. മാഡം, ദാ സൈൻ ചെയ്. കല്യാണി, ഇത് വാങ്ങിച്ചോ. ബ്രാൻഡ് അംബാസിഡറിനുള്ള ആദ്യ ശമ്പളം. വാങ്ങിക്കും മോളെ. വാങ്ങിക്ക്. കല്യാണി, നിന്റെ ശമ്പളം എത്രയെന്നറിയോ? 1,00,000 രൂപ. ഞാൻ 50,000 എഴുതിയത്, അമ്മ അത് 1,00,000 ആക്കി. സന്തോഷായില്ലേ? എന്നാ ചെല്ല്. ഇനി അങ്ങോട്ട് ഈ 1,00,000 1 കോടിയാവും. ഓൾ ദ വെരി ബെസ്റ്റ്. ഹലോ. ഞാൻ മെയിൽ അയക്കുകയായിരുന്നു. അത് പുതിയ ഓഫീസിന് പറ്റിയ സ്ഥലമാണെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. പക്ഷേ ലൊക്കേഷൻ ഒന്ന് വെരിഫൈ ചെയ്യാതെ. അത് ശരി. വാട്സപ്പ് ചെയ്തിട്ടുണ്ടോ? ശരി, ഞാൻ നോക്കിയിട്ട് വിളിക്കാം. തിരിച്ചു വിളിക്കാം. ഓക്കെ, ശരി. പറഞ്ഞ പോലെ നാണത്തോടെ വേണം ആനന്ദേട്ടന് കോഫി കൊടുക്കാൻ. എന്നാലേ പ്രേമം വർക്കൗട്ട് ആവുള്ളൂ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഗുഡ് മോർണിംഗ് ആനന്ദേട്ടാ. ഗുഡ് മോർണിംഗ്. കോഫി. എന്താ ഇത്? ഏയ് ഒന്നുമില്ല. രാവിലെ ആനന്ദേട്ടൻ വർക്ക് ചെയ്യുന്ന കണ്ടപ്പോഴേ ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്ന കോഫിയാ. ഇത് കുടിച്ചാ നല്ല ഉന്മേഷം കിട്ടും. ഫിൽറ്റർ കോഫിയാ. വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത പണിക്കൊക്കെ പോകുന്നേ? ജയന്തി ഇവിടുത്തെ ഗസ്റ്റ് അല്ലേ? നല്ല ആഹാരമൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടത്. ഇത്തരം ജോലിയൊക്കെ ഇവിടെ കല്യാണി ചെയ്തോളും. നോ 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 നോ, ആനന്ദേട്ടന് വേണ്ടി ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്ന കോഫിയല്ലേ. ഇതൊന്ന് കുടിക്ക് പ്ലീസ്. ഇത് കുടിച്ചാ പിന്നെ എന്നും ജയന്തിയുടെ കോഫി വേണമെന്ന് ആനന്ദേട്ടൻ വാശി പിടിക്കും. എനിക്ക് ഉറപ്പാത്. അത് ശരി. അപ്പൊ എന്നെ കുടിപ്പിച്ച് അടങ്ങുമല്ലേ? ശരി, ഇങ്ങന്നേക്ക്. ദൈവമേ.
എങ്ങനെയുണ്ട് ആനന്ദേട്ടാ കോഫി? സൂപ്പർ ആയിട്ടില്ലേ? ജയന്തി, നിനക്ക് ഇവിടെ നല്ല ആഹാരമൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്താ പോരെ? എന്നെ എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നേ? ഇത് ചായയാണോ കോഫിയാണോ എന്ന് പോലും അറിയാൻ പറ്റുന്നില്ല. എന്തോ ചൂടുള്ളൊരു സാധനം. എന്താ ഇത്? അയ്യോ ആനന്ദേട്ടാ, മനസ്സിലായില്ലേ? ഇത് കോഫിയാ, നല്ല സ്ട്രോങ് കോഫി. ഇത് മുഴുവൻ കുടിച്ചാ പിന്നെ നമ്മൾ ദിവസം മുഴുവൻ സ്ട്രോങ് ആയിരിക്കും. ഉം. ഒന്നുകൂടെ ഒന്ന് കുടിച്ചു നോക്ക്. ഉം. കുടിക്ക ആനന്ദേട്ടാ. കോഫി. ആ, ഞാൻ നിന്നെ കിച്ചണിലേക്ക് വിളിച്ച് ഒരു കോഫി കൊണ്ടുവരാൻ പറയാൻ തുടങ്ങായിരുന്നു. എന്തോ ഒരു സാധനം കുടിച്ച് വായൊക്കെ ചീത്തയായിരിക്കുക. വായ ചീത്തയായിരുന്നോ? അപ്പൊ ആനന്ദേട്ടന് എന്റെ കോഫി ഇഷ്ടമായില്ലല്ലേ? ഇന്ന പിടിക്ക. ഒരു മിനിറ്റ്. ആ ആഹാ, ഇതിനെയാണ് നമ്മൾ കോഫി എന്ന് വിളിക്കുന്നത്. ഇത് വായ ചീത്താക്കാനല്ല, മനസ്സും ശരീരവും ഉണർത്തിയെടുക്കാനുള്ള ഒന്നാം തരം ഔഷധം. ജയന്തി ഒരു കാര്യം ചെയ്യും, കല്യാണിയോട് ചോദിച്ച് ഈ കോഫി ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് പഠിക്കും. പിന്നെ ദിവസവും ആ ചേരുവയ്ക്ക് വെച്ചങ്ങ് പ്രാക്ടീസ് ചെയ്താൽ മതി. നല്ല ബെസ്റ്റ് കോഫി മേക്കർ ആവാം. കല്യാണി, ഇത്രയും നല്ലൊരു കോഫി കൊണ്ടുവന്നതിന് നിനക്ക് ഞാനൊരു സമ്മാനം തരുന്നുണ്ട്. നിനക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണെന്ന് അനിയൻകുട്ടൻ പറഞ്ഞല്ലോ, ശരിയാണോ? ചോക്ലേറ്റ് ഇഷ്ടമൊക്കെ തന്നെയാ, പക്ഷേ വില കൂടുതലായോണ്ട് നാരങ്ങ മിഠായിയാ കൂടുതൽ കഴിച്ചിട്ടുള്ളത്. അയ്യോ, അതാവുമ്പോ 5 പൈസക്കും 10 പൈസക്കും ഇഷ്ടം പോലെ കിട്ടും. മധുരം നല്ലതാ. എന്നാലേ ഈ ചോക്ലേറ്റിന് വില വേണ്ട. എന്നാ വാങ്ങിച്ചോ. ഇത് കല്യാണിയുടെ സ്പെഷ്യൽ കോഫിക്കുള്ളതാ. അത് അയ്യോ വേണ്ട വലിയ കുഞ്ഞ്, മേഡം അറിഞ്ഞ. ഓ, അമ്മ ഇപ്പൊ ഇതും അന്വേഷിച്ചുകൊണ്ട് നടക്കല്ലേ? പിടിക്ക് കല്യാണി. ഈ കോഫിക്ക് എന്താ കുഴപ്പം? ഞാൻ നല്ലതുപോലെ ഇട്ടതാണല്ലോ. നോക്കട്ടെ. എന്തായാലും മെനക്കെട്ടതല്ലേ, കുടിച്ചു തീർത്തേക്കാം. അവളുടെ ഒരു ചോക്ലേറ്റ്. വാങ്ങിക്കേ. ഇവളെ കാണുന്നുമില്ലല്ലോ. കോഫി ആനന്ദം വാങ്ങി കുടിച്ചു കാണുമോ എന്തോ. എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റായി കിട്ടിയാ മതിയായിരുന്നു. വെറും ജയന്തി ഒരു മിസസ് ജയന്തി ആനന്ദ് കൃഷ്ണനായിട്ട് വേണം ഈ വിലാസിനിക്ക് തൃച്ചംബരം ഒന്ന് ഭരിച്ച് വെളുപ്പിക്കാൻ. ആ ആഹാ, വാ പെട്ടെന്ന് വാ. എത്ര നേരായി ഞാൻ നിന്നെ കാത്തു നിൽക്കുന്നറിയോ? ആ വെരി ഗുഡ്. കോഫി മുഴുവൻ ആനന്ദ് കുടിച്ചല്ലേ? മിടുക്കി. നിനക്കറിയോ, പല പ്രണയങ്ങളും കോഫി ഷോപ്പിൽ നിന്നാ ഉടലെടുക്കുന്നത്. ഇവിടെ നമ്മൾ ഈ കോഫി കപ്പിൽ നിന്നും തുടങ്ങും. കോഫി കുടിച്ചിട്ട് ആനന്ദ് എന്താ പറഞ്ഞേ? കേൾക്കട്ടെ, പറ. ആന്റി, ഇത് കുടിച്ചത് ആനന്ദേട്ടനല്ല, ഞാനാ. അയ്യേ, നീയോ? എടി
നിനക്ക് അത്ര കൊതി സഹിക്കുന്നില്ലെങ്കിലേ ഇവിടുന്ന് കോഫി കുടിച്ചിട്ട് വേറൊരു കോഫി ആനന്ദിന് കൊണ്ടുപോയാ പോരായിരുന്നോ? ആനന്ദിന് കൊടുക്കാനുള്ള കോഫി അവളെ തനിയെ കുടിച്ചിട്ട് വന്ന് നിൽക്കുന്നു മൂദേവി. ഛെ, ഞാൻ എന്ത് ചെയ്യാൻ ആന്റി? ഞാൻ ഈ കോഫി ആനന്ദേട്ടന് കൊണ്ടു കൊടുത്തു. എന്റെ ചിരിയും സംസാരമൊക്കെ കണ്ട് ആനന്ദേട്ടൻ സന്തോഷത്തോടെ കോഫി കുടിച്ചോണ്ടിരുന്നപ്പോഴേ ആ ജോലിക്കാരി കല്യാണി വേറൊരു കോഫി ആയിട്ട് വന്നു. അവളെ കണ്ട ഉടനെ ആനന്ദേട്ടൻ എന്റെ കോഫി കൊള്ളില്ലെന്ന് പറഞ്ഞു ആ കല്യാണിയുടെ കയ്യിൽ നിന്ന് അവളുടെ കോഫി വാങ്ങിച്ചു കുടിച്ചു കളഞ്ഞു. ഓഹോ, അത് ശരി. അപ്പൊ അതാണ് കാര്യം. നീ ഈ തൃച്ചംബരത്തെ മൂത്ത മരുമകളായി വരുന്നത് ആ കല്യാണിക്ക് സഹിക്കുന്നില്ല. ഇന്ന് ശരിയാക്കി കൊടുക്കും ഞാൻ അവളെ. എന്നിട്ട് എവിടെ ആ നശിച്ചവള്? ദേ കല്യാണി, മാഡം, ആനന്ദേട്ടൻ തന്ന ചോക്ലേറ്റ് എവിടെടി? നീ എന്താ പറഞ്ഞേ? ആനന്ദ് ഈ അടുക്കളക്കാരിക്ക് ചോക്ലേറ്റ് കൊടുത്തെന്നോ? ഹ, കൊള്ളാലോ കഥ. അതെ ആന്റി, ഇവള് കോഫി കൊടുക്കുമ്പോഴേ ആനന്ദേട്ടൻ അതിന് പകരം ഒരു ചോക്ലേറ്റ് കൊടുത്തു. ഞാൻ കണ്ടത് ആന്റി. ദാ ഇതാ ആ ചോക്ലേറ്റ്. ഡി, സത്യം പറയടി, എന്ന് തൊട്ട് തുടങ്ങി നിങ്ങളുടെ ഈ ഇടപാട്? എന്തിനാ നിനക്ക് ആനന്ദ് ചോക്ലേറ്റ് തന്നെ? എന്തിനാന്ന്? എനിക്കറിയില്ല മാഡം. ഓ, നിനക്ക് അറിഞ്ഞൂടല്ലേ? ഹ്, അവൻ എന്തിനാ ചോക്ലേറ്റ് തന്നേന്നൊന്ന് ചോദിക്ക പോലും ചെയ്യാതെ നീ ചോക്ലേറ്റ് അങ്ങ് വാങ്ങിച്ചു വെച്ചു അല്ലേ? ആ, കൊള്ളാം, നല്ല കഥ. സോറി മാഡം, വലിയ കുഞ്ഞ് തരുമ്പോ എങ്ങനെയാ ഞാൻ വേണ്ടെന്ന് പറയാ, അതുകൊണ്ടാ ഞാൻ. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കഥയുടെ ട്വിസ്റ്റ്. അപ്പോ ആനന്ദ് എന്ത് തന്നാലും നീ വാങ്ങിക്കോ? എന്ത് തന്നാലും? ആ ആ, എന്തിനാ മാഡം ഇങ്ങനെയൊക്കെ പറയണേ? ഞാനൊന്നും മനഃപൂർവ്വം. ആ, ഹ്, അങ്ങനെ അഭിനയിച്ച് തകർക്കല്ലേ മോളെ. നീ മികച്ച നടിയാ. പക്ഷേ ഈ വിലാസിനിയുടെ അത്ര അഭിനയൊന്നും കാണിച്ച ആളുകളെ മയക്കണമെന്നൊന്നുമില്ല. ആ. നടിച്ച് നടിച്ച് ആദ്യം അരവിന്ദിനെ നീ നിന്റെ വലയിലാക്കി. ഇപ്പൊ പ്ലേറ്റ് തിരിച്ച് ആനന്ദിനെ കൂടി മയക്കാന്നാ നിന്റെ വിചാരം. ഉം. അല്ലെങ്കിലും ആൺപിള്ളേരെ മയക്കാൻ നീ പണ്ടേ മിടുക്കിയാണല്ലോ. ഇനിയിപ്പോ നീ ഇവിടുത്തെ സാറിനെ നോട്ട് ഇടോടി. അല്ല, ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് പ്രായമൊന്നും ഒരു പ്രശ്നമല്ലല്ലോ അല്ലേ? അയ്യോ 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 അയ്യോ. ആന്റി, അത് ബെസ്റ്റ് പോയിന്റ്. അവളിന്ന് കരഞ്ഞു കരഞ്ഞ് വട്ടായി പോവും. ആന്റിയുടെ ബുദ്ധി ഭയങ്കര ബുദ്ധിയാ. ഹേയ്, ബുദ്ധിയൊക്കെ ഇനിയല്ലേടി ഈ വിലാസിനി പുറത്തെടുക്കാൻ പോകുന്നേ. അതിനാദ്യം വേറൊരാൾ ഈ തൃച്ചംബരത്ത് മടങ്ങി വരണം. സാക്ഷാൽ എന്റെ ഭർത്താവ്. ആ. ഇനി ഈ വിലാസിനിയുടെ നമ്പര് അങ്ങേരുടെ അടുത്ത. ഉം. ആഹാ. ആന്റി, അങ്കിള് വന്നു. ആ, വലിയ സന്തോഷമൊന്നും നീ കാണിക്കാൻ പോണ്ട. ബാംഗ്ലൂർ ഫ്ലൈറ്റ് ആയിരുന്നു. പിന്നെ അവിടെ ഇറങ്ങി മക്കളെയും കണ്ടിട്ടാ വരുന്നത്. നിനക്കെന്താടി ഞാൻ വീട്ടിൽ വരുന്ന ഇഷ്ടപ്പെടാത്ത പോലെ? ഓ, ഞാൻ ഇഷ്ടപ്പെട്ടാൽ എന്ത്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത്?
നിങ്ങൾ ഈ കുടുംബത്തിലെ പ്രധാനമന്ത്രിയെ പോലെയല്ലേ സദാസമയവും സർക്കിട്ട്. ഹാ, കുടുംബത്തിലുള്ളവരുടെ കാര്യം നോക്കാനൊന്നും സമയമില്ല. അതെ, നിന്നോട് ബിസിനസിന്റെ കാര്യം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ആളെ വിട്ടേര്. ആ, ജയന്തി, നീ എന്തടി ഒന്നും കഴിക്കുന്നില്ലേ? കുറച്ചുകൂടെ അങ്ങ് തടിച്ചല്ലോ. അയ്യോ ആഹാരം കുറച്ച് വെറുതെ ബുദ്ധിമുട്ടുണ്ടാക്കല്ലേ. ആ ശരി. ആ, അതെ, നിങ്ങൾ അവിടെ നിന്നേ. എനിക്ക് ചിലത് പറയാനും ചോദിക്കാനും ഒക്കെ ഉണ്ട്. നീ വിഷയം പറ, എന്താ പ്രശ്നം? പ്രശ്നം ഭൂമി കുലുങ്ങി ആകാശം ഇടിഞ്ഞു വീണെന്ന്. ദേ, ഇവൾ അറിയാതെ നിങ്ങളുടെ ഏട്ടത്തിയുടെ ആഭരണങ്ങളൊന്ന് ദേഹത്ത് ഇട്ടുപോയി ഒരു കൗതുകത്തിന്. ആ, ഉം. അത് കണ്ടപ്പോഴേ നിങ്ങളുടെ ഏട്ടത്തി എന്റെ കുഞ്ഞിനെ കൊന്നില്ലെന്നേ ഉള്ളൂ.